ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചോ. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോ. നമ്മൾ സന്തോഷം നൽകുന്ന അറിയിപ്പുകൾ തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ വീണ്ടും ഒരു 3200 രൂപ കൂടി ഇങ്ങോട്ട് വരികയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലായിട്ട് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മാസത്തിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷനാണ് നമുക്ക് ലഭിച്ചത്. അതായത് നമ്മുടെ ജൂലൈ മാസത്തിൽ ഒരു മാസത്തെ തുക മാത്രമാണ് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ 2 മാസത്തെ തുക പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അന്നേ നമ്മൾ പറഞ്ഞിരുന്നത് ഒരു മാസത്തെ തുക മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം. പക്ഷേ ഇപ്പോൾ വീണ്ടും 2 മാസത്തെ തുക ഈ മാസം എത്തുകയാണ്. ഓണത്തോടനുബന്ധിച്ച് ഉള്ള വിതരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ 2 മാസത്തെ തുക വിതരണം ചെയ്യുന്നത്. അത് ഈ മാസം അവസാനത്തോടു കൂടി, അതായത് ഒരു 20-ാം തീയതി കഴിയുന്നതോടുകൂടി തന്നെ ഇതൊരു തുകയുടെ വിതരണം ഉണ്ടാകും. ഇതിൽ ഏകദേശം ഇപ്പം തീരുമാനമായിരിക്കുകയാണ്. ഓണത്തിന് മുമ്പാകെ തന്നെ ഇത് വിതരണം ചെയ്ത് അവസാനിപ്പിക്കാനുള്ള ഒരു നടപടി. 3200 രൂപയും എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക്, സാധാരണ ലഭിക്കേണ്ട എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് കറക്റ്റായിട്ട് തന്നെ എത്തിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനി അങ്ങോട്ട് ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ കർശനമായിട്ടുള്ള പരിശോധനാ നടപടികളൊക്കെ ഉണ്ടാകും. കൂടാതെ ക്ഷേമ പെൻഷൻ വർധനവ് ഏകദേശം ഇപ്പോൾ ഉറപ്പായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നമ്മൾ ക്ഷേമ പെൻഷൻ പലയിടങ്ങളിലും ക്ഷേമ പെൻഷൻ അർഹതയില്ലാത്ത ആളുകൾ വാങ്ങിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു തുക വലിയൊരു സഹായമാണ്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അവരുടെ കുടുംബത്തിൽ, നിങ്ങൾ വിദേശത്താണെങ്കിൽ പോലും അവരിൽ പല ആളുകളും പെൻഷൻ വാങ്ങുന്നതായിട്ട് പലരും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള ജോലികളൊക്കെ ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ ഒക്കെ തുക വാങ്ങുന്നതായിട്ട് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയിലേക്ക് പോവുകയാണ്. നിങ്ങളിത് കേൾക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ട് ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ ഇത് നിങ്ങൾക്കുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഓർക്കുക, നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരോട് ചെയ്യുന്ന ഒരു ചതി കൂടിയാണ്. മറ്റുള്ള വലിയ വാർഷിക വരുമാനവും സാമ്പത്തികവും ഒക്കെ ഉള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് വളരെ മോശമാണ്. പിടിച്ചു പറിക്കുക എന്നാണ് നമ്മളിതിനെ പറയുന്നത്. പല ആളുകൾക്കും അറിയാം ഇങ്ങനെയുള്ള ഈ ഒരു സഹായം മറ്റുള്ള അനർഹരുടെ കൈകളിൽ എത്തുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കാതിരിക്കുക. നിങ്ങൾക്ക് തന്നെ ഒരു നാണമില്ലാത്ത പരിപാടിയായിരിക്കും നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. സാധാരണ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഇന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റു വരുമാനങ്ങളോ സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് മാറിപ്പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി അങ്ങോട്ട് വലിയ നടപടിയൊക്കെ ആയിരിക്കും, ചെറിയ രീതിയിലായിരിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെച്ചേക്കാം. ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പെൻഷൻ 3200 രൂപ എത്തുക, പക്ഷേ എല്ലാവർക്കും തന്നെ ലഭിക്കുകയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരാൻ പോവുകയാണ്.